ഏവർക്കും PSC കോർണറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് PSCയിൽ പരീക്ഷകൾക്ക് ഒരുപാട് തവണ ചോദിക്കുന്ന ഒരു ഏരിയയാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. ആ നവോത്ഥാനം എന്ന ഭാഗത്ത് നിന്നാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് പാമ്പാടി ജോൺ ജോസഫ്. അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് 1887 മുതൽ 1940 വരെയാണ്. ദളിത് വിമോചന പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് പാമ്പാടി ജോൺ ജോസഫ്. അധ്യാപകനായി കോട്ടയത്തിനടുത്ത് പാമ്പാടിയിൽ ജോലി ചെയ്തു. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് 1914 അധ്യാപക ജോലി ഉപേക്ഷിച്ച് പട്ടാളത്തിൽ ചേർന്ന നവോത്ഥാന നായകനാണ് പാമ്പാടി ജോൺ ജോസഫ്. 1921 തിരുവിതാംകൂർ ചേരമർ മഹാജനസഭ രൂപീകരിച്ചത് പാമ്പാടി ജോൺ ജോസഫാണ്. പുലയർ കേരളത്തിലെ ആദിമ നിവാസികളാണെന്ന് വിശ്വസിച്ച നവോത്ഥാന നായകനാണ് ആര്? പാമ്പാടി ജോൺ ജോസഫ്. അദ്ദേഹത്തിൻ്റെ പ്രധാന പുസ്തകങ്ങളാണ് സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും, ചെറുമാ ബോയ് തുടങ്ങിയവ. 1931 ശ്രീ ചിത്ര സ്റ്റേറ്റ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? പാമ്പാടി ജോൺ ജോസഫാണ്. അടുത്താണ് ആഗമാനന്ദൻ. അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം ജനിച്ചത് 1896 അദ്ദേഹം മരണമടഞ്ഞത് 1961. ഈ ഒരു കാലഘട്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ച നവോത്ഥാന നായകനാണ് ആര്? ആഗമാനന്ദൻ. അദ്ദേഹത്തിന് ആദ്യകാല നാമം എന്ന് പറയുന്നത് കൃഷ്ണൻ നമ്പ്യാതിരി എന്നാണ്. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെട്ട വ്യക്തിയാണ് ആര്? ആഗമാനന്ദൻ. രാമകൃഷ്ണ മിഷൻ്റെ കേരളത്തിലെ പ്രധാന നേതാവായിരുന്നു ആഗമാനന്ദൻ. സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘടന രൂപീകരിച്ചത് ആരാണ്? ആഗമാനന്ദനാണ്. വിവേകാനന്ദ സന്ദേശം, ശ്രീശങ്കര ഭഗവത്ഗീത വ്യാഖ്യാനം, വിഷ്ണു പുരാണം എന്നീ പുസ്തകങ്ങൾ എഴുതിയ വ്യക്തിയാണ് ആഗമാനന്ദൻ. പ്രബുദ്ധ കേരളം, അമൃതവാണി തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ മാഗസിനുകൾ. പ്രസംഗശേഖരം അറിയപ്പെടുന്നതാണ് വീരവാണി എന്നുള്ളത്. പിന്നെ അടുത്തതായി 1954 കാലടിയിൽ ശ്രീശങ്കര കോളേജ് സ്ഥാപിച്ചതും ആഗമാനന്ദനാണ്. തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ആദ്യത്തെ ആശ്രമം സ്ഥാപിച്ചത്. കാലടിയിൽ ശ്രീരാമകൃഷ്ണ അദ്വൈത ആശ്രമവും സ്ഥാപിച്ചത് ആര് തന്നെയാണ്? ആഗമാനന്ദനാണ്. കാലടിയിൽ ബ്രഹ്മാനന്ദോദയം സംസ്കൃത സ്കൂളും ആരംഭിച്ച നവോത്ഥാന നായകനാണ് ആര്? ആഗമാനന്ദൻ. ഓക്കെ, അപ്പം ആഗമാനന്ദനെക്കുറിച്ച് പറഞ്ഞ ഇത്രയും കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടവും എന്താണ്? വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഒരു നവോത്ഥാന നായകനാണ് ആര്? കുറുമ്പൻ ദൈവത്താൻ. അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, എങ്കിലും നമുക്ക് പറയാം. 1880 മുതൽ 1927 വരെയാണ് കുറുമ്പൻ ദൈവത്താൻ്റെ ജീവിത കാലഘട്ടമെന്ന് പറയുന്നത്. ചെങ്ങന്നൂരിനടുത്ത് ഇടയാറന്മുളയിലാണ് അദ്ദേഹം ജനിച്ചത്. പുലയ ഗീതങ്ങളുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? കുറുമ്പൻ ദൈവത്താനാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല നാമമാണ് നടുവത്തമ്മൻ. അപ്പോൾ നടുവത്തമ്മൻ എന്ന് അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? കുറുമ്പൻ ദൈവത്താൻ. ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ച വ്യക്തിയാണ് കുറുമ്പൻ ദൈവത്താൻ. വർഷം 1917. 1917 ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തിയും ആരാണ്? കുറുമ്പൻ ദൈവത്താൻ. ഈ കുറുമ്പൻ ദൈവത്താനെ കുറിച്ചിട്ട് ആരാണ്? നമ്മളുടെ ബാബു തോമസ് എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രം എഴുതി. അത് അറിയപ്പെടുന്നത് നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ്. അപ്പോൾ നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് ആരെപ്പറ്റിയുള്ള ജീവചരിത്രമാണ്? കുറുമ്പൻ ദൈവത്താനെ പറ്റി. അത് എഴുതിയത് ആരാണ്? ബാബു തോമസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന നവോത്ഥാന നായകന്മാരെന്ന് പറയുന്നത്. അതുകൂടാതെ നമ്മൾ കുറേ പുലയ സഭകൾ ഏതൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. പുലയ മഹാസഭ അത് സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചത് ആരാണ്? കുറുമ്പൻ ദൈവത്താൻ. കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. കേരള പുലയ മഹാസഭ സ്ഥാപിച്ചത് PK ചാത്തൻ മാസ്റ്റർ.
ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പല എക്സാമുകൾക്കും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പുലയ മഹാസഭ സ്ഥാപിച്ചത് അയ്യങ്കാളി, ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചത് കുറുമ്പൻ ദൈവത്താൻ, കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ, കേരള പുലയ മഹാസഭ സ്ഥാപിച്ചത് PK ചാത്തൻ മാസ്റ്റർ. അപ്പോൾ ഇത്രയും പറഞ്ഞ നവോത്ഥാന നായകന്മാരെ കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.